ഹലോ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജെയിംസ് ബാൽവിൻ്റെ ഇഫ് ബ്ലാക്ക് ഇംഗ്ലീഷ് ഇസിൻറ്റ് എ ലാംഗ്വേജ് ദെൻ ടെൽ മീ വാട്ട് ഈസ് എന്ന ചാപ്റ്ററാണ്. ജെയിംസ് ബാൽവിൻ ഒരു ബ്ലാക്ക് അമേരിക്കൻ നോവലിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് നോവൽ ഗോ ടെൽ ഇറ്റ് ഓൺ ദി മൗണ്ടൻ വിച്ച് ഹി പ്രസൻസ് ദി പ്രോബ്ലം ഓഫ് ദി അമേരിക്കൻ നീഗ്രോസ്. അദ്ദേഹത്തിൻ്റെ മിക്ക കൃതികളും ആഫ്രോ അമേരിക്കക്കാർ, ഗേ ആൻഡ് ബൈസെക്ഷൽ പുരുഷന്മാരുടെ കോംപ്ലക്സായ സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കലായ സമ്മർദ്ദങ്ങൾക്കിടയിലുള്ള പേഴ്സണൽ ചോദ്യങ്ങളും ധർമ്മസങ്കടങ്ങളും പോർട്രേ ചെയ്യുന്നു. ബാൽവിൻ്റെ ഇംഗ്ലീഷ് ഉപയോഗം ഇൻസിഡൻ്റൽ അല്ലെങ്കിൽ യാദൃശ്ചികമായിരുന്നു. ജെയിംസ് ബാൽവിൻ്റെ ഇഫ് ബ്ലാക്ക് ഇംഗ്ലീഷ് ഇസിൻറ്റ് എ ലാംഗ്വേജ് ദെൻ ടെൽ മീ വാട്ട് ഈസ് എന്ന എസ്സേ സമറൈസ് ചെയ്യുന്നത് ഇംപീരിയലിസത്തിൻ്റെ അമേരിക്കൻ ടെൻഡൻസി ഭാഷയുടെ ലോകത്തേക്ക് വ്യാപിച്ചതായി ബാൽവിൻ കുറ്റപ്പെടുത്തുന്നു. വൈറ്റ് മാൻ അവരുടെ സ്വന്തം ബ്രാൻഡ് ഇംഗ്ലീഷിനെ മാത്രം ബഹുമാനിക്കുകയും ബ്ലാക്ക് മെൻ്റെ ഇംഗ്ലീഷിനെ ഇൻഫീരിയറായി കണക്കാക്കുകയും ചെയ്യുന്നു. ഈ എസ്സേയിൽ ബാൽവിൻ ഈ ഇൻഫീരിയർ എന്ന ആരോപണത്തെ വെല്ലുവിളിക്കുന്നു. ലാംഗ്വേജ് അല്ലെങ്കിൽ ഭാഷ ഡിഫറെൻറ്റ് സെക്ഷൻസിലുള്ള ആളുകളുമായി ചിന്തകളും വാക്കുകളും ഉച്ചാരണ രീതിയും എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു മീഡിയം ആണെങ്കിൽ രണ്ട് തരത്തിലുള്ള സംഭാഷണങ്ങൾ തമ്മിൽ വിവരിക്കാൻ ന്യായീകരണമില്ല എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ സമ്മറിയിലേക്ക് പോവാം. ബ്ലാക്ക് ഇംഗ്ലീഷ് ഒരു റിയാലിറ്റി ആണെന്നും അതിനെ അപകീർത്തിപ്പെടുത്താനുള്ള ഏതൊരു ശ്രമവും പരാജയപ്പെടുത്തുമെന്നും ആണ് ബാൽവിൻ ഈ എസ്സേയിലൂടെ ആർഗ്യൂ ചെയ്യുന്നത്. ബ്ലാക്ക് ഇംഗ്ലീഷ് ഒരു സ്ട്രോങ് ഡിഫൻസ് അല്ലെങ്കിൽ ശക്തമായ പ്രതിരോധമാണെങ്കിലും ഡിറക്റ്റ് ടേംസ് യൂസ് ചെയ്യാനുള്ള ഓഥറിൻ്റെ അൺവില്ലിങ്നെസ് അല്ലെങ്കിൽ മനസ്സില്ലായ്മയും ഇംപ്രിസൈസ് വേർഡ്സ് കൃത്രിമമല്ലാത്ത വാക്കുകൾ യൂസ് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ പ്രവണതയും എസ്സേയിനെ ബാധിക്കുന്നു. അമേരിക്കയിലെ നീഗ്രോ സംസാരിക്കുന്ന ഇംഗ്ലീഷ് ഭാഷയാണ് ബ്ലാക്ക് ഇംഗ്ലീഷ്. പല കാര്യങ്ങളിലും വൈറ്റ് അമേരിക്കൻസിൻ്റെ ഇംഗ്ലീഷിൽ നിന്ന് ഇത് വ്യത്യസ്തമാണ്. ഡീവിയേഷൻസ് അല്ലെങ്കിൽ വ്യതിയാനങ്ങളെ ഇംപ്യൂറായ പദപ്രയോഗങ്ങളായി കണക്കാക്കാനുള്ള വൈറ്റ്സിൻ്റെ ഇൻക്ലിനേഷൻ ചായ്വിനെതിരെയാണ് ബാൽവിൻ്റെ ഒബ്ജക്ഷൻ. നിരവധി ഡിസ്ക്രിമിനേഷനുകളിൽ അവസാനിക്കുന്ന സെയിം വംശീയ മുൻവിധി അല്ലെങ്കിൽ റേഷ്യൽ പ്രിജുഡീസ് ബ്ലാക്ക് ഇംഗ്ലീഷിനോട് വൈറ്റ്സിൻ്റെ മോശമായ പെരുമാറ്റത്തിലൂടെ റിഫ്ലക്റ്റ് ചെയ്യുന്നു. വൈറ്റ്സിൻ്റെ ഒബ്ജക്ഷൻ എതിർപ്പ് ബ്ലാക്ക് ലാംഗ്വേജിനോടല്ല, മറിച്ച് ഭാഷയുടെ പങ്കിനെതിരാണ്, അതായത് എഗെയിൻസ്റ്റ് ദി റോൾ ഓഫ് ലാംഗ്വേജ്. ബ്ലാക്ക് ഇംഗ്ലീഷ് ഈസ് ദ ലേബിൾ ഓഫ് ദി ബ്ലാക്ക് അമേരിക്കൻ. ദാറ്റ് ഈസ് വൈ ദി വൈറ്റ് മാൻ ഡസ് നോട്ട് ലൈക്ക് ഇറ്റ്. ലോകത്തെവിടെയും ലാംഗ്വേജ് ഹോമോജീനിയസ് അല്ല. ഡിഫറൻസസ് എവിടെയൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുവോ അത് സംസാരിക്കുന്നവരെ ഇൻഫീരിയറായി ട്രീറ്റ് ചെയ്യാനുള്ള ഒരു കാരണമായി ഉപയോഗിക്കുന്നു. ലാംഗ്വേജ് ഈസ് ഓൾസോ എ പൊളിറ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്, എ വെപ്പൺ ഓഫ് പവർ. ചിലപ്പോൾ ഒരു ഭാഷ സംസാരിക്കുന്നത് അപകടകരമാണ്, കാരണം അത് സോഷ്യൽ ഓസ്ട്രാസിസം ആൻഡ് ലോസ് ഓഫ് ജോബ്, സാമൂഹിക ബഹിഷ്കരണത്തിലേക്കും തൊഴിൽ നഷ്ടത്തിലേക്കും ലീഡ് ചെയ്യുന്നു. ഈ ഡിസ്ക്രിമിനേഷനും ലേബലിങ്ങും യുക്തിരഹിതമാണ്. അമേരിക്കയിലെ വൈറ്റ് ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം ബ്ലാക്ക് ഇംഗ്ലീഷിൻ്റെ ആഴത്തിലുള്ള സ്വാധീനമുണ്ട്. ജാസ്, സോക്ക് ഇറ്റ് ടു മീ, ബീറ്റ് ടു ഹിസ് സോക്സ് തുടങ്ങിയ വാക്കുകൾ ബ്ലാക്ക് ഇംഗ്ലീഷിൽ നിന്ന് വൈറ്റ് ഇംഗ്ലീഷിലേക്ക് കടന്നു. അമേരിക്കയിൽ ബ്ലാക്ക് ഇംഗ്ലീഷിൻ്റെ എക്സിസ്റ്റൻസ് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. വൈറ്റ്സ് നീഗ്രോസിനെ അമേരിക്കയിലേക്ക് കൊണ്ടുവന്നപ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത വിധം അവർ പോപ്പുലേഷനെ ശ്രദ്ധാപൂർവം കൂട്ടിക്കലർത്തി. ബ്ലാക്ക് മെൻ വിവിധ ഗോത്രങ്ങളിൽപ്പെട്ടവരായതിനാൽ അവർക്ക് ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ഉണ്ടായിരുന്നു. ബ്ലാക്സിൻ്റെ മേൽ ക്രിസ്തുമതം അടിച്ചേൽപ്പിക്കാനുള്ള വൈറ്റ്സിൻ്റെ ആവേശത്തിൽ അവർ ബൈബിൾ നൽകി അവരെ പള്ളികളിൽ കൂട്ടി. അങ്ങനെ അവർ തങ്ങളുടെ യജമാനൻ്റെ ഭാഷ പഠിക്കാൻ തുടങ്ങി. വൈറ്റ്സിനെ ഫോളോ ചെയ്യാനും അവരുടെ ഭാഷ അതേപടി പഠിക്കാനും അവർ വിസമ്മതിച്ചു. അവർ സ്വന്തം സേഫ്റ്റിക്ക് വേണ്ടി വാക്കുകൾക്ക് പുതിയ മീനിങ് ചേർത്ത് സ്വതന്ത്രമായ ഒരു പുതിയ ഇംഗ്ലീഷ് ഉണ്ടാക്കി. വൈറ്റ്സ് ഡേഞ്ചറസ് ആയതുകൊണ്ട് തന്നെ കറുത്തവർഗ്ഗക്കാർ മറ്റു കറുത്തവർഗ്ഗക്കാർക്ക് മാത്രം മനസ്സിലാകുന്ന വാക്കുകൾ ഉപയോഗിച്ചു. സ്വയരക്ഷയുടെ ഈ ക്രൂരമായ ആവശ്യകതയാണ് കറുത്തവർഗ്ഗക്കാരെ അവരുടേതായ ഒരു ഭാഷ ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ചത്. ദി പാഷൻ, ദി സ്കിൽ, ദി ഇൻ്റലിജൻസ് ആൻഡ് ദി മ്യൂസിക്, ഇത് നാലുമാണ് അംഗീകാരം ആവശ്യപ്പെടുന്ന അമേരിക്കയിലെ കറുത്തവർഗത്തിൻ്റെ അതിജീവനത്തിൻ്റെ രഹസ്യം. കറുത്തവർഗം ഒരു റിയാലിറ്റി ആണെങ്കിൽ ബ്ലാക്ക് ഇംഗ്ലീഷും ഒരു റിയാലിറ്റിയാണ്. ബ്ലാക്ക് ചിൽഡ്രൻസിനെ അവരുടെ ഭാഷ പഠിപ്പിക്കാൻ അവർ തയ്യാറായില്ല. കുറ്റവാളികളെ വീരന്മാരാക്കുകയും കറുത്തവരെ പട്ടിണിക്കിടാനുള്ള തെരുവുകളാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു രാജ്യത്ത് കറുത്തവർഗ്ഗക്കാർ വെള്ളക്കാരൻ്റെ ഭാഷ പഠിക്കാൻ ബാധ്യസ്ഥരല്ല. അവർ അവരുടെ ബ്ലാക്ക് ലാംഗ്വേജ് സംരക്ഷിക്കുകയും അവരുടെ ഐഡൻറ്റിറ്റി നിലനിർത്തുകയും ചെയ്യും. ബ്ലാക്ക് ഇംഗ്ലീഷിനെ വൈറ്റ് ലാംഗ്വേജിന് തുല്യമായി
അതായത് ബ്ലാക്ക് ലാംഗ്വേജിനെ വൈറ്റ് ലാംഗ്വേജിന് തുല്യമായി പരിഗണിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. വംശീയ വിവേചനവും ഭാഷാ വിവേചനവും എന്നേക്കുമായി മരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ എസ്സേ നിർത്തുന്നത്.